ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് നമ്പർ 165 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ള രണ്ട് ചിത്രത്തിലും വൃത്തത്തിലെ ഒരു തൊടുവരയും തൊടുന്ന ബിന്ദുവിലേക്കുള്ള ആരവും കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റൊരു വരയും ചേർത്ത് ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുക. ഇവിടെ എന്താണ് തന്നിരിക്കണേ? ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ ഒരു ട്രയാങ്കിളും ഉണ്ട്. ഈ ട്രയാങ്കിൾ ഏതൊക്കെ ലൈൻസ് തമ്മിലാണ് വരച്ചിരിക്കുന്നത്? ഒരു തൊടുവര. ആദ്യം തന്നെ എന്താണ്? ഒരു തൊടുവര. ഇതാണ് തൊടുവര അല്ലേ? പുറത്തു കൂടെ പോണ ഈ ലൈനാണ് തൊടുവര. ഇനി തൊടുന്ന ബിന്ദു ഏതാ? ഈ ബിന്ദു. ഈ ബിന്ദുവിലേക്കുള്ള ആരം, ഈ വൃത്തത്തിൻ്റെ ആരം ഏത് ബിന്ദുവിലേക്കാണ്? ഈ തൊടുവര തൊടുന്ന ബിന്ദുവിലേക്ക് ഉള്ള ആരം. പിന്നെ എന്താണ്? കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റൊരു വരയും ചേർത്ത് ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണ്? ഇതൊരു ടാൻജൻ്റ് ആണ്. ഈ ടാൻജൻ്റ് ടച്ച് ചെയ്യണ ഈ പോയിന്റിലേക്കുള്ള റേഡിയസ് ആണിത്. ഇനി ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഒരു ലൈനും കൂടി വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 ലൈൻസ് ചേർന്നൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സെയിം തന്നെ പിക്ചർ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതാണ് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ സർക്കിളിൽ ഈ റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 2.5 സെൻറ്റിമീറ്റർ. ഈ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ. ഈ രണ്ട് മെഷർമെൻറ്റ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫിഗർ വരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2.5 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ആയിട്ടുള്ളൊരു സർക്കിള് വരയ്ക്കുക. അപ്പോൾ കോമ്പസ് എടുക്കാം. കോമ്പസിൽ 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ആയിട്ടുള്ള സർക്കിള് വരയ്ക്കുക. 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ് സെൻറ്റർ ഓഫ് ദ സർക്കിള്. ഇനി ഈ സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വേണം അല്ലേ? പിക്ചറിൽ കണ്ട പോലെ ഒരു 5 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ എത്ര ആംഗിൾ എന്നൊന്നും പിക്ചറിൽ കൊടുത്തിട്ടില്ല. ഒരൊറ്റ ആംഗിളും പിക്ചറിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആംഗിൾ പ്രത്യേകിച്ചൊന്നും എടുക്കാണ്ട് തന്നെ ഏകദേശം ആ പിക്ചറിനോട് സമാനമായിട്ടുള്ളൊരു ചെരുവിൽ എന്ത് വരയ്ക്കുക? ആരം വരയ്ക്കുക. ആരം എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 2.5. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ ഈ ആരം വരച്ചു. ഇനി നമുക്ക് ഇവ തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഈ ആരം ഈ വൃത്തത്തിൽ ഈ പോയിന്റിലാണ്. ആ പോയിന്റിനെ എന്ത് ടച്ച് ചെയ്യണം? ഈ ടാൻജൻറ്റ് ടച്ച് ചെയ്യണം. അതുപോലത്തെ ഒരു ലൈൻ വരയ്ക്കുക. ഇതാണ് എന്ത് തന്നിരിക്കണ ചിത്രം. ഇനി ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ഈ ഒരു ആരവും അതായത് ഈ റേഡിയസും ഈ പോയിന്റിലുള്ള ഈ ടാൻജൻറ്റും തമ്മിൽ എത്ര ഡിഗ്രി വേണം? 90 ഡിഗ്രി. എന്താവണം? അത് പെർപെൻഡിക്കുലർ ആവണം. കണ്ട കറക്റ്റ് ഈ രണ്ട് ലൈൻസ് എത്ര ഡിഗ്രിയാണ് വരുന്നത്? 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ടെക്സ്റ്റിലെ ചിത്രം. ഇനി നമുക്ക് അടുത്ത ചിത്രം വരച്ചു നോക്കാം. അടുത്ത ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റേഡിയസ് എത്രയാണെന്ന് അറിയില്ല സർക്കിൾ വരയ്ക്കാനായിട്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഇവിടം വരെയുള്ള ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്ത് അറിയില്ല. ഈ ഒരു മൊത്തം ഈ സർക്കിളിൻ്റെ പുറത്തേക്ക് പോയിട്ടുള്ള ഒരു ഈ ലൈനിൻ്റെ ലെങ്ത്ത് മാത്രമാണ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളൂ. ഈ ഒരു ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സർക്കിൾ വരയ്ക്കണമെങ്കിൽ എന്തായാലും എന്തറിയണം? റേഡിയസ് അറിഞ്ഞാൽ മാത്രമാണ് സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ട്രയാങ്കിൾ വരയ്ക്കണം. സർക്കിളല്ല വരയ്ക്കാൻ പറ്റാത്തത്. ആദ്യം ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് പിന്നെ സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്ററും ഇവിടെ 2 സെൻറ്റിമീറ്ററുമാണ് ലെങ്ത്ത്. അത്രയേ നമുക്കറിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി നമുക്കറിയാം. എന്താണ്? ഈ ലൈനും തമ്മിൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതായത് ഈ പോയിന്റിലോട്ടുള്ള ആരം റേഡിയസും ഈ പോയിന്റിലൂടെയുള്ള ടാൻജൻറ്റും തമ്മിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ലംബം ആയിരിക്കും. അതായത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്ര അറിയാം. ആദ്യം 4 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. നമ്മൾ ആദ്യം ഇപ്പോൾ എന്താ വരയ്ക്കാൻ പോണേ? ട്രയാങ്കിളാണ് വരയ്ക്കാൻ പോണേ. നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് അറിയില്ല അതുകൊണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ നമുക്ക് ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ ടെക്സ്റ്റിലൊരു ആംഗിൾ ഏകദേശം നോക്കിയിട്ട് ഏകദേശം ഈ ഒരു ചെരിവ് വരണത് പോലെ നമുക്ക് ഇത് വരയ്ക്കാം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ എന്തെടുക്കാം? ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ലൈൻ വരയ്ക്കാം.
2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ലൈൻ വരച്ചു. ഇനി ഇവിടെ പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി ഇവിടെ ഈ അറ്റത്തുനിന്ന് നമുക്ക് 90 ഡിഗ്രി ഈ ലൈനിൽ വെച്ചിട്ട് 90 ഡിഗ്രി എവിടെയാണെന്ന് നോക്കാം. 90 ഡിഗ്രി കറക്റ്റ്. ഈ 90 ഡിഗ്രി എടുക്കുമ്പോൾ ഈ ലൈനിൻ്റെ ഈ അറ്റത്തായിട്ട് വേണം 90 ഡിഗ്രി കിട്ടാനായിട്ട്. ഇതാണ് 90 ഡിഗ്രി. ഇത് നമ്മൾ വരയ്ക്കാം. ഇതെന്തായി? ഇതാണ് ആ ട്രയാങ്കിൾ. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. ഇത് തമ്മിൽ എത്ര ഡിഗ്രിയാണ് ഇത് നോക്കിയേ. ഇത് തമ്മിൽ 90 ഡിഗ്രി. ഇതാണ് പിക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരമാണെന്ന് തെളിയിക്കുക. ഒരു ഡയമീറ്ററിൻ്റെ രണ്ടറ്റത്തുമായിട്ട് എന്ത് വരയ്ക്കാണ്? ടാൻജൻസ് വരയ്ക്കാണ്. ആ രണ്ട് ടാൻജൻസും എങ്ങനെയായിരിക്കും എന്നാണ് പറയണത്? പാരലലായിരിക്കുന്നത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ഡയമീറ്റർ വരയ്ക്കാം. അപ്പോൾ ഡയമീറ്ററിൻ്റെ രണ്ടറ്റത്തുമുള്ള പോയിൻറ്റിൽ കൂടിയാണ് ആര് ടാൻജൻസ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം നമുക്ക് ഡയമീറ്റർ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, എങ്ങനെ ഏത് ഇതിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഈ പോയിൻറ്റിൽ കൂടിയും ഈ പോയിൻറ്റിൽ കൂടിയാണ് ആ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് ടാൻജൻസും ഈ പോയിൻറ്റിൽ കൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു, ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഈ രണ്ട് ലൈനും, ഈ ലൈനിന് പേര് കൊടുക്കാം L1 L2 എന്ന് പേര് കൊടുക്കാം. ഇത് എന്താണ്? ഇത് O എന്ന് കൊടുക്കാം. ഇത് ഈ ടച്ച് ചെയ്യുന്ന ഈ പോയിൻ്റാണ് A, ഇത് B എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ L1ഉം L2 എന്താണെന്ന് തെളിയിക്കണം? പാരലലാണെന്ന് തെളിയിക്കണം. നമുക്ക് ഓൾറെഡി അറിയാം AB എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ടു L1. അതേപോലെ തന്നെ AB പെർപെൻഡിക്കുലർ ടു L2 അല്ലേ? AB എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ പാസിങ് ത്രൂ ദ പോയിൻ്റ് A എന്ന് പറയുന്നത്. A പോയിൻറ്റിലൂടെയുള്ള ഡയമീറ്ററും പിന്നെ L1 എന്ന് പറയുന്നത് A പോയിൻറ്റിലൂടെയുള്ള ടാൻജൻറ്റും. ഇനി B എന്ന് L2 എന്ന് പറയുന്നത് B പോയിൻറ്റിലൂടെയുള്ള ടാൻജൻറ്റും. അപ്പോൾ ഈ AB എന്ന ഡയമീറ്റർ ഈ L1 L2 എന്ന ഈ രണ്ട് ടാൻജൻറ്റിനും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. മതി. രണ്ട് ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരൊറ്റ ലൈൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ലൈനും പാരലലാണ്. ഇങ്ങനെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിന് ഇടയിലായിട്ട് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും കണക്ട് ചെയ്തിട്ടൊരു പെർപെൻഡിക്കുലർ, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന വരകളൊന്നുമല്ല, ഇങ്ങനത്തെ വരെയാണ് കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനും എങ്ങനെയായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ എന്താണ്? AB പെർപെൻഡിക്കുലർ ടു L1. AB ഈസ് പെർപെൻഡിക്കുലർ ടു L1. എന്താണ് റീസൺ? AB ഡയമീറ്റർ ആണ്, എയിലൂടെയുള്ള ഡയമീറ്റർ. L1 എന്ന് പറയുന്നത് എയിലൂടെയുള്ള ടാൻജൻറ്റും ആണ്. അപ്പോൾ ഈ ഡയമീറ്ററും ഈ ടാൻജൻറ്റും ഈ സെയിം പോയിൻറ്റിലാണെങ്കിൽ, ഈ പോയിൻറ്റിലൂടെ ആണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേ റീസൺ തന്നെയാണ് ഇവിടെ. ബിയിലൂടെയുള്ള ടാൻജൻ്റാണ് L2. AB എന്ന് പറയുന്നത് ബിയിലൂടെയുള്ള B വരെയുള്ളൊരു ഡയമീറ്ററാണ്. അപ്പോൾ ABയും L2ഉം എന്താണ്? പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ സെയിം AB രണ്ടെണ്ണത്തിനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് ഇത് ഇംപ്ലൈ ചെയ്യുന്നത്? L1 എന്ന് പറയുന്നത് L2വിന് പാരലലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് വൺ. ഒരു വൃത്തത്തിലെ പരസ്പരം ലംബമായ രണ്ട് വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ വരയ്ക്കുന്ന തൊടുവരകൾ ചേർന്നുണ്ടാകുന്നത് ഏതു തരം ചതുർഭുജമാണ്? അതായത് വാട്ട് സോർട്ട് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഫോംഡ് ബൈ ദ ടാൻജൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ടു പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് ഓഫ് സർക്കിൾ. ഇപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിളിലെ രണ്ട് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ്, ആ രണ്ട് പെർപെൻഡിക്കുലർ. അപ്പോൾ ആദ്യം നമുക്കത് വരയ്ക്കാം. രണ്ട് പെർപെൻഡിക്കുലർ, ഇത് ഒരു ഡയമീറ്റർ, ഇതടുത്ത ഡയമീറ്റർ അഥവാ വ്യാസം. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണല്ലേ? ഇത് ഈ വ്യാസം ഈ വ്യാസത്തിൻ്റെ ലംബാണ്, അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ ഈ വ്യാസത്തിന് നമുക്ക് പേരിടാം AB, ഈ ഡയമീറ്ററിന് CD. അങ്ങനെ രണ്ട് ഡയമീറ്റേഴ്സ് വരച്ചു.
ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ഡയമീറ്റേഴ്സിൻ്റെ അറ്റത്തുള്ള പോയിൻറ്റ്സിൽ എന്തുണ്ട്? ടാൻജൻറ്റ് വരയ്ക്കുന്നു. അപ്പോൾ ഡയമീറ്റേഴ്സിൻ്റെ അറ്റത്തുള്ള പോയിൻറ്റ്സ് ടാൻജൻറ്റ് വരയ്ക്കുക, എയിൽ കൂടെ പോണ ടാൻജൻറ്റ്. ഇനി പോയിൻ്റ് ബിയിലുള്ള ടാൻജൻറ്റ്, ഇനി പോയിൻ്റ് സിയിലുള്ള ടാൻജൻറ്റ് നമ്മൾ വരയ്ക്കുകയാണ്. പോയിൻ്റ് ഡിയിലുള്ള ടാൻജൻറ്റും വരച്ചു. ഈ ടാൻജൻറ്റുകളെല്ലാം കൂടി എന്തുണ്ടാക്കിയൊരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം ഉണ്ടാക്കി അല്ലേ? ഈ ഡയമീറ്ററായ എ ബിയുടെ എയിലൂടെ ഉള്ളൊരു ടാൻജൻറ്റ്, ബിയിലൂടെ ഒരു ടാൻജൻറ്റ്, ഇനി അടുത്ത ഡയമീറ്റർ സി ഡിയിൽ സിയിലൂടെ ഒരു ടാൻജൻറ്റ്, ഡിയിലൂടെയും ഒരു ടാൻജൻറ്റ്, അങ്ങനെ 4 ടാൻജൻറ്റുകൾ കൂടി ചേർന്നിട്ടൊരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം ഉണ്ടായി. ഇത് ഏത് ടൈപ്പ് ക്വാഡ്രിലാറ്ററലാണ്? അല്ലെങ്കിൽ ഈ ചതുർഭുജത്തിൻ്റെ പേരെന്താ? ഇത് ചതുരാണോ, സമചതുരാണോ, ലംബകമാണോ, സാമാന്തരികമാണോ, അങ്ങനെ പലവിധ ക്വാഡ്രിലാറ്ററൽ നമുക്കറിയാം. അപ്പോൾ അതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മളിത് വരച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് ക്വാഡ്രിലാറ്ററലാണെന്നുള്ളത്. പക്ഷേ ഇത് നമുക്കിതിങ്ങനെ വരച്ചിട്ട് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാനായിട്ട് പറ്റില്ലേ. നമുക്കത് പ്രൂവ് ചെയ്യണം. ഇതെന്ത് ക്വാഡ്രിലാറ്ററലാണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന് പേര് കൊടുക്കാം. പി ക്യു ആർ എസ്. അപ്പോൾ പി ക്യു ആർ എസ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ പി ക്യു ആർ എസ് ആണ് ക്വാഡ്രിലാറ്ററൽ. എങ്ങനെയാണ് കിട്ടിയ? ഫോംഡ് ബൈ ജോയിനിങ് ദ ടാൻജൻറ്റ് അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ 2 ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്കിത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിയേ, ഈ പി ആർ എന്ന ഈ ഒരു ടാൻജൻറ്റ്, പി ആർ എന്ന് പറയുന്നത് എന്താ? എയിലൂടെയുള്ള ടാൻജൻ്റാണ്. ഈ പോയിൻ്റ് എയിലെ ടാൻജൻ്റാണ് പി ആർ. ഈ പി ആറും ഈ എ ബിയും തമ്മിൽ എന്താണ് കണക്ഷൻ? നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. ഒരു പോയിൻറ്റിലൂടെയുള്ള ടാൻജൻറ്റും ആ പോയിൻ്റുമായിട്ടുള്ള ഡയമീറ്റർ അല്ലെങ്കിൽ ആരം, വ്യാസം അല്ലെങ്കിൽ ആരം രണ്ടും എന്താണ്? ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്? ലംബമായിരിക്കും. മനസ്സിലായ? അതായത് ഒരു ഡയമീറ്ററിൻ്റെ അറ്റത്തെ പോയിൻറ്റിൽ കൂടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ഡയമീറ്ററും ഈ ടാൻജൻറ്റും തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിൻ്റെ ലംബമായിരിക്കും. അപ്പോൾ ഈ പി ആറും എ ബി എന്ന ഡയമീറ്ററും പി ആർ എന്ന ടാൻജൻറ്റും എ ബി എന്ന ഡയമീറ്ററും തമ്മിൽ എന്താണ്? പെർപെൻഡിക്കുലറാണ് അല്ലേ? അപ്പോൾ പി ആർ ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്തത് നോക്കിയേ, ഇതുപോലെ ഇനി ബിയുടെ ടാൻജൻറ്റ് ഏതാ? ക്യു എസ് ആണ് ടാൻജൻറ്റ്. ഈ ക്യു എസ് എന്തിനോട് തന്നെ പെർപെൻഡിക്കുലറാ? ഈ എ ബി എന്ന ഡയമീറ്ററിനോട്. ഇവിടെ എ ബി എന്നോ ബി എന്നോ നമുക്ക് എഴുതാം. അപ്പോൾ എ ബി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ക്യു എസ് എന്ന് പറയുന്നതും ഈ ഒരു ഡയമീറ്ററിനോട് എന്താണ്? പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ക്യു എസ് ഈസ് പെർപെൻഡിക്കുലർ ടു എന്ത്? സെയിം എ ബി. ഇപ്പോൾ രണ്ടെണ്ണം എ ബി ആയിട്ട് പെർപെൻഡിക്കുലർ ആണെന്നുള്ളത് കിട്ടി. ഇനി ഇതിൽ നിന്ന് ഇത് രണ്ടെണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? 2 ലൈൻ ഉണ്ട്, അതിന് കോമൺ ആയിട്ടൊരു പെർപെൻഡിക്കുലർ ഉണ്ട്. ഉണ്ടെങ്കിൽ ഈ 2 ലൈനിന് എന്തെന്ന് പറയും? ഈ 2 ലൈനും പാരലൽ ലൈൻസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പി ആറും ഈ പി ആർ എന്ന ഈ ടാൻജൻറ്റും ക്യു എസ് എന്ന ഈ ടാൻജൻസുകൾ തമ്മിൽ എങ്ങനെയായിരിക്കും? പാരലലായിരിക്കും. പി ആർ ഈസ് പാരലൽ ടു ക്യു എസ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിയത് ഏതാ? എ ബി എന്ന ഡയമീറ്ററും എ ബി എന്ന ഡയമീറ്ററിൻ്റെ 2 എൻഡിലും ആയിട്ട് ഉണ്ടാവുന്ന ടാൻജൻറ്റ് തമ്മിലുള്ള റിലേഷൻസാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. ഇനി നേരെ തിരിച്ച് അടുത്ത ഡയമീറ്റർ ഏതാ? സി ഡി എന്ന ഡയമീറ്ററും ആ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റിൽ കൂടെ ഉള്ള ടാൻജൻറ്റുകൾ തമ്മിൽ എന്തെഴുതാം? അപ്പോൾ സി എന്ന പോയിൻറ്റിൽ കൂടെ പോണ ടാൻജൻ്റാണ് പി ക്യു. അപ്പോൾ സിയിലെ ടാൻജൻറ്റ് പി ക്യു ആണെങ്കിൽ പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി അല്ലേ? സി ഡി എന്ന ഡയമീറ്റർ ഇതുമായിട്ട് പെർപെൻഡിക്കുലറാണ്. അടുത്തത് ഡി എന്ന പോയിൻറ്റിലൂടെ പോണ ടാൻജൻ്റാണ് എന്ത്? ആർ എസ്. അപ്പോൾ ആർ എസും എന്തിനോട് പെർപെൻഡിക്കുലറാണ്? ഈ സി ഡിയോട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ആർ എസ് ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി, പി ക്യു ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു സി ഡി. അപ്പോൾ ഇത് രണ്ടും ഇതിനോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതെന്തെന്ന് പറയാം? ഇതുപോലെ തന്നെ 2 ലൈൻ
അതിനിടയിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻ എങ്ങനെയായിരിക്കും? പാരലലായിരിക്കും. അപ്പോൾ പി ക്യു പാരലൽ ടു ആർ എസ്. അപ്പോൾ നോക്കിയേ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ, നമുക്ക് നല്ല പരിചയമുള്ളൊരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് എന്ത്? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റായ ആർ എസ് പി ക്യൂവിന് പാരലലാണ്. അതുപോലെ പി ആറിൻ്റെ ഓപ്പോസിറ്റായ ക്യു എസ് അതും രണ്ടും പാരലലാണെന്ന് കിട്ടി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ക്വാഡ്രിലാറ്ററൽ മനസ്സിലായി, എന്നാലും നമ്മൾ പറയാണ്. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? ഓരോ വശങ്ങളുടെ നീളം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയേ, ഇവിടെ പി ആർ ക്യു എസ് ഇത് എന്തിനോട് ഈക്വലാണ്? ഈ ഡയമീറ്റർ സി ഡിയോട് ഈക്വലാണ് അല്ലേ? അപ്പോൾ പി ആർ ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ക്യു എസ് എന്ന് എഴുതി കൂടെ എഴുതാം. ഇനി നേരെ തിരിച്ച് പി ക്യു എ ബി ആർ എസ് ഇത് മൂന്നും എന്താ? ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി ക്യു ഈക്വൽ ടു എ ബി ഈക്വൽ ടു ആർ എസ്. ഇനി നമുക്ക് എ ബി സി ഡി തമ്മിലുള്ള റിലേഷൻ എന്താ? എ ബി സി ഡി എന്താണ്? ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ് അല്ലേ? വ്യാസങ്ങളാണ്, ഡയമീറ്റേഴ്സാണ് എ ബിയും സി ഡിയും. അപ്പോൾ ഒരു വൃത്തത്തിലെ എല്ലാ ഡയമീറ്റേഴ്സും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഒരു വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് കേന്ദ്രത്തിലൂടെയുള്ള നേർവര. അപ്പോൾ അത് എവിടെ നിന്ന് എങ്ങനെയൊക്കെ വരച്ചാലും തുല്യമായിരിക്കും. അപ്പോൾ എ ബിയുടെ നീളം തന്നെയായിരിക്കും സി ഡിയുടെയും നീളം. അപ്പോൾ എ ബി ഈക്വൽ ടു എന്തായി? സി ഡി ആയി അല്ലേ? അപ്പോൾ ഇവിടെ ഇത് ഈക്വൽ ടു എ ബി, അപ്പോൾ ഇവിടെ ഇത് ഈക്വൽ ടു സി ഡി. ഇവിടെ എ ബിയും സി ഡിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇതെല്ലാം ഈക്വലാണ് അല്ലേ? അതായത് പി ആർ ഈക്വൽ ടു സി ഡി. ഈ സി ഡി എന്ന് പറയുന്നത് പി ആറും ക്യു എസ് എന്തിനോട് ഈക്വലാണ്? സി ഡിയോട് ഈക്വലാണ്. ഈ സി ഡി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? എ ബിയോട് ഈക്വലാണ്. അതുപോലെ തന്നെ പി ക്യൂവും ആർ എസ് എന്തിനോട് ഈക്വലാണ്? എ ബിയോട് ഈക്വലാണ്. ഈ എ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? സി ഡിയോട് ഈക്വലാണ്. അപ്പോൾ ഈ 4 സൈഡുകളും എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? പി ആർ ഈക്വൽ ടു ക്യു എസ് ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു ആർ എസ്. ഇപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്ന് കിട്ടി. ഇവിടെയും അത് തന്നെ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ, ഇത് രണ്ടും വഴിയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ കിട്ടി. ഇനി ഇതെന്ത് കിട്ടി? 4 സൈഡ്സ് ആർ ഈക്വൽ, ഇതും കിട്ടി. ഇനി നമുക്ക് എന്ത് നോക്കാം? ഇതിൻ്റെ ഇതെല്ലാം എന്താണ്? 90 ഡിഗ്രി ആണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ഇതിപ്പോൾ എന്താണ്? ക്വാഡ്രിലാറ്ററൽ ഇല്ലെങ്കിൽ സർപ്രൈസ് ഒന്നും അല്ല. ക്വാഡ്രിലാറ്ററൽ എന്താ? സമചതുരം അഥവാ സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, പിന്നെ ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. എല്ലാ ആംഗിൾസും, ഇതിൻ്റെ ഈ ആംഗിൾസ് എല്ലാം എന്താണ്? 90 ഡിഗ്രിയാണ്. അത് ഈ 90 ഡിഗ്രി ആണോ എന്ന് എങ്ങനെ നോക്കും? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ തെളിയിച്ചു? പി ക്യു ഈക്വൽ ടു ക്യു എസ് ഈക്വൽ ടു ആർ എസ് ഈക്വൽ ടു പി ആർ. അപ്പോൾ എന്ത് തെളിയിച്ചു? 4 സൈഡ്സ് ആർ ഈക്വൽ. ഇനി അടുത്തത് നമ്മൾ എന്താ തെളിയിച്ചത്? പി ആർ പാരലൽ ടു ക്യു എസ് ആൻഡ് പി ക്യു പാരലൽ ടു ആർ എസ്. ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഇത്ര നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് തെളിയിക്കാൻ ഇനി ബാക്കി എന്താ ഉള്ളത്? ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ, അതായത് ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, എല്ലാ സൈഡ്സും ഈക്വലാണ്. ഇനി നമുക്ക് ഈ ആംഗിൾസ് എല്ലാം എന്താണെന്ന് കിട്ടണം? 90 ഡിഗ്രിയാണെന്ന് കിട്ടണം. അത് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാം നമുക്ക് അറിയണ കോൺസെപ്റ്റും പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കണ ആ ഒരു കണ്ടീഷനും വെച്ചിട്ട് നമുക്കിതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? എ ബിയും സി ഡിയും എന്താണ്? ഡയമീറ്റേഴ്സാണ്. എങ്ങനത്തെ ഡയമീറ്റേഴ്സാണ്? പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സാണ്. അതായത് എ ബിയും സി ഡിയും ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യണത് എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിലാണല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ്? ലംബാണ്. അപ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ
ഡയമീറ്റേഴ്സ് ആയതുകൊണ്ട് ഈ 4 ആംഗിൾസും 90 90 90 കിട്ടി. ഇനി സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്ററാണ്. ആർ എസ് എന്ന് പറയുന്നത് ഡിയിലൂടെയുള്ള ടാൻജൻ്റാണ്. അപ്പോൾ ആർ എസ് ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. അത് നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര ഡിഗ്രിയാണ്? പെർപെൻഡിക്കുലർ ആണ്. ഈ സി ഡിയും ആർ എസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതെത്രയാണ്? 90 ഡിഗ്രി. ഇപ്പുറത്തും 90 ഡിഗ്രി. അപ്പോൾ ഈ 2 ആംഗിൾസ് 90 ഡിഗ്രി കിട്ടി. അതുപോലെ തന്നെയല്ലേ ഇവിടെ സിയും സി ഡി പെർപെൻഡിക്കുലർ ടു പി ക്യു. അപ്പോൾ ഇതും എത്ര തന്നെയാണ്? 90 ഡിഗ്രി തന്നെ. സെയിം എ ബി എന്ന ഡയമീറ്റർ, എയിലൂടെ പോകുന്ന ടാൻജൻറ്റ് പി ആർ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതും 90 90. അടുത്തത് എ ബി എന്ന ഡയമീറ്റർ ബിയിലൂടെ പോകുന്ന ക്യു എസ് എന്ന ടാൻജൻറ്റുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെയും 90 90. ഇനി നോക്കിയേ, ഇനിയിപ്പോൾ ഇതിനെ ഓരോന്നിന് സെപ്പറേറ്റ് ഒരു ക്വാഡ്രിലാറ്ററലായിട്ട് കാണാം. ഒരു ക്വാഡ്രിലാറ്ററലായിട്ട് കാണുകയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഇപ്പോൾ ഈ ഒരു ഇവിടെ നമുക്ക് O എന്ന് കൊടുക്കാം, ഈ ഒരു സെൻറ്റർ O എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ ഈ ഒരു കഷ്ണം എടുത്തു, ഈ ഒരു ഭാഗം. ഇത് നമ്മൾ എങ്ങനെ എടുത്തു? OBSD എന്ന് ഇട്ടു. ഇതിൽ O നമുക്കറിയാം 90, ബിയും കണ്ടുപിടിച്ചു 90, ഡിയും കണ്ടുപിടിച്ചു 90. പക്ഷേ എസ് എത്രയാണെന്ന് അറിയില്ല. എസ് നമുക്ക് 90 ആണെന്ന് കിട്ടണം. 90 അല്ലേ? കാരണം ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ 90 90 180 അതൊക്കെ. ഇവിടെ അപ്പോൾ എത്രയായിരിക്കണം? ഇവിടെ 90 വന്നാൽ 90 + 90 180 ആവുള്ളൂ. ഇനി അതല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360. അതിലെ 3 ആംഗിൾ എത്രയാണ്? 90 90 90, അതായത് 270. അപ്പോൾ ബാക്കി 4ാമത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇത് കിട്ടി 90 ഡിഗ്രി. സിമിലർലി ക്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പി യു എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആറും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ എസ് ഈക്വൽ ടു 90 ഡിഗ്രി. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇത് കിട്ടിയത് എന്ത് ക്വാഡ്രിലാറ്ററലാണ്? ഹെൻസ് ദ ക്വാഡ്രിലാറ്ററൽ is a what? Is a square. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാനായിട്ട്? ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ഈ ഇതൊക്കെ വരച്ചു, ഫിഗറൊക്കെ വരച്ച് അതിന് ശേഷം എന്താ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാന്ന് കാണിച്ചു, പിന്നെ ഓൾ സൈഡ്സ് ഈക്വലാന്ന് കാണിച്ചു, പിന്നെ എന്ത് ചെയ്തു? ഓൾ ആംഗിൾസ് 90 ഡിഗ്രി ആണെന്നും കാണിച്ചു. അങ്ങനെ നമുക്കിതൊരു എന്തായിട്ട് കിട്ടി? സ്ക്വയറായിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇല്ല. തൊടുവര എന്ന ഒരു ചാപ്റ്ററാണിത്. കുറച്ച് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ എടുക്കണ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? ലൈക്ക് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചുമ്മാ കമൻറ്റ് ഇട്ടാൽ പോരാ. എങ്ങനെയുണ്ട് ക്ലാസ്? ടീച്ചറുടെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഒക്കെ നല്ല ധൈര്യമായിട്ട് പറഞ്ഞോ. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യും മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യ്. പിന്നെ എനിക്കൊരു കൊതിയായിട്ടാണ് ഇത്രയും സബ്സ്ക്രൈബറിന് കുറച്ച് കമൻറ്റും ഒരു 2 3 ലൈക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്കൊരു 10 ലൈക്ക് 15 ലൈക്കൊക്കെ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലൈക്ക് കാശ് ചിലവില്ലാത്ത കാര്യമല്ല, അതൊന്ന് ചെയ്തോ. ഇനി എന്തോ ഒരു കാര്യം കൂടി പറയാൻ വന്നു, മറന്നും പോയി. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.